കുട്ടിക്കാലത്ത് ഞാനൊന്നും പഠിക്കില്ലായിരുന്നു. പഠിക്കാൻ വേണ്ട സമയത്തൊന്നും പഠിക്കാതെ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കും. പക്ഷെ കുറെ ട്യൂഷനും പോയിട്ടുണ്ട്. ട്യൂഷന് 10ലാണ് പോയത്. അതുവരെ ട്യൂഷൻ പോയിട്ടില്ല. പക്ഷെ പപ്പ വൈകുന്നേരം കുറെ പഠിപ്പിക്കാനൊക്കെ നോക്കും. പക്ഷെ പഠിക്കാൻ പറ്റാറില്ല. അങ്ങനെ പഠിക്കാറുമില്ല. ശ്രമിക്കും, പക്ഷെ നടക്കില്ല. അങ്ങനെ എന്താ പറയുക, ഒന്ന് 7ാം ക്ലാസ് വരെ ഫെയിലായിരുന്നു. എല്ലാ സബ്ജക്റ്റിനും എന്താ പറയുക, ജനറൽ നോളജിന് വരെ ഫെയിലായി. അങ്ങനെ എല്ലാവരും പാസ്സാവണതിൽ വരെ ഫെയിലായിരുന്നു. അങ്ങനെ ഫെയിലായി നടക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ പപ്പ എനിക്കൊരു സൈക്കിള് തന്നു വിട്ടത്. സൈക്കിൾ വാങ്ങി തന്നു. അത് തന്നെ ഓരോ ടൗണുകളിലിട്ട് വിടും. ഇങ്ങനെ ഓരോ സാധനം വാങ്ങാൻ, മീൻ വാങ്ങാൻ, ബേക്കറി വാങ്ങാൻ, ബിസ്ക്കറ്റ് അങ്ങനെ ടൗണിലിട്ട് വിടും. പിന്നെ കയ്യിൽ വെച്ചിട്ട് വലിയൊരു എമൗണ്ട് കൈ തന്നിട്ടാണെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറയും. എനിക്ക് അപ്പോൾ അത്ര കൂടി പോയാൽ 3-4 പഠിക്കാം. അപ്പോൾ ഒരു 10,000 അങ്ങനെയൊക്കെ തരും. ഒരാളുടെ അടുത്തോട്ട് കൊടുക്കുന്നു പറഞ്ഞു. അവിടെ പോയി എണ്ണി വാങ്ങുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും വ്യത്യസ്തമായ രീതിയിൽ പപ്പ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഓരോ കുട്ടികൾക്കും പഠിക്കാനുള്ള കഴിവ് പ്രത്യേക രീതികളിലായിരിക്കും. അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിക്കണം. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സബ്ജക്റ്റുകളും നമ്മൾ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും പപ്പ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ കോഴിക്കോടേക്ക് വിട്ടു. 5ലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ കയ്യിൽ ഫോണും തന്നു വിട്ട് എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലമോ എന്തെങ്കിലും വരികയാണെങ്കിൽ പപ്പേനെ വിളിച്ചാൽ പപ്പ ഓടിത്താന്ന് പറയാം. ആ ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അതൊക്കെ തന്നെ, ആ ധൈര്യത്തിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ കുറെ ഒറ്റയ്ക്ക് ഒരിടത്ത് പോകാനും പൈസേൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഹാപ്പി.